ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി അക്ബർ ടോക്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏത് സിനിമയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറിയാമോ? ഈയിടെ പുറത്തിറങ്ങിയ ഒരു സൂപ്പർ സർവൈവൽ മൂവിയാണിത്. മൂവിയുടെ പേര് 2026 പുറത്തിറങ്ങിയ ട്രാഷ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ഈ സിനിമ കണ്ടപ്പോൾ ഇത് തീർച്ചയായും ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഉടനെ തന്നെ ഇത് കൊണ്ടുവന്നത്. വീഡിയോ കാണുമ്പോൾ വലുതായി തോന്നുമെങ്കിലും തുടക്കം മുതൽ അവസാനം വരെ കഥ പോകുന്നത് അറിയില്ല. അതുകൊണ്ട് നമുക്ക് നേരിട്ട് സിനിമയുടെ കഥയിലേക്ക് പോകാം. മൂവിയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോ വരൂ മൂവിയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസിലൂടെ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റിന്റെ ആഘാതം ഭയങ്കരമായി കൂടിയിരിക്കുകയാണ്. ഹെൻറി ചുഴലിക്കാറ്റ് ഓരോ ദിവസം കഴിയുന്തോറും ശക്തി പ്രാപിച്ച് ഇപ്പോൾ കാറ്റഗറി 2 എത്തിയിരിക്കുകയാണ്. ഇതിനാൽ തീരപ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലെല്ലാം അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. പ്രധാനമായും ആൻവിൻ എന്ന സ്ഥലത്തുള്ളവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം. കാരണം ചുഴലിക്കാറ്റ് എപ്പോൾ വേണമെങ്കിലും അവിടെ ആഞ്ഞടിച്ചേക്കാം എന്നാണ് ന്യൂസ് ചാനലിൽ അറിയിക്കുന്നത്. ഇപ്പോൾ ആൽവിൻ എന്ന സ്ഥലമാണ് കാണിക്കുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ നായികയുടെ വീടാണ് അവിടെ കാണിക്കുന്നത്. നായികയുടെ പേര് ഡക്കോട്ട എന്നാണ്. നായികയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ വലിയ പേടിയുള്ള കൂട്ടത്തിലാണ്. പുറത്തു പോകാനുള്ള പേടി കാരണം എപ്പോഴും റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് പതിവ്. പക്ഷേ റെസ്റ്റോറന്റിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത്, മാഡം ഇപ്പോൾ കനത്ത മഴയായതുകൊണ്ട് ഡെലിവറി ചെയ്യാൻ കഴിയില്ല എന്നാണ്. നായിക പുറത്തേക്ക് നോക്കുമ്പോൾ അതിശക്തമായ മഴ പെയ്യുകയാണ്. നായികയ്ക്ക് അഗോറോഫോബിയ എന്ന അസുഖമുണ്ട്. തുറസായ സ്ഥലങ്ങളെ പേടിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഒരു റെയിൻകോട്ടൊക്കെ ധരിച്ച് പേടിച്ചിട്ടാണ് അവൾ പുറത്തേക്ക് പോരുന്നത്. പുറത്ത് നല്ല കാറ്റും മഴയുണ്ട്. ആളുകൾ പലയിടത്തേക്കും ഓടുകയാണ്. ന്യൂസിൽ പറഞ്ഞതനുസരിച്ച് എല്ലാവരും ഒഴിഞ്ഞു പോവുകയാണ്. പക്ഷേ ചിലരിത് അത്ര ഗൗരവമായി എടുത്തിട്ടില്ല. അതിലൊരാളാണ് നമ്മുടെ നായിക. വീട്ടിൽ തന്നെ ഇരിക്കാമെന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. പേടിച്ച് നടന്നു വരുമ്പോൾ സൈറൻ ശബ്ദം കേൾക്കുന്നത് നായികയ്ക്ക് പേടിയാകുന്നുണ്ട്. വീട്ടിലേക്ക് പോകാൻ തിരിക്കുമ്പോൾ അയൽവാസിയുടെ ദേഹത്ത് തട്ടുന്നു. അദ്ദേഹം ചോദിക്കുന്നു, മോളെ എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്നെ പുറത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടു പോകാം, ന്യൂസിൽ പറയുന്നുണ്ടല്ലോ എന്ന്. നായിക ഒന്നും മിണ്ടുന്നില്ല. അമ്മയുടെ മരണശേഷമായിരിക്കണം നായികയ്ക്ക് ഇത്രയും പേടി വന്നത്. അവൾ വേഗം വീട്ടിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു വശത്ത് ഒരു കുടുംബത്തെ കാണിക്കുന്നു. ചേട്ടനും അനിയത്തിയും അനിയനും 3 പേരും കൂടി മഴ പെയ്യുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മരത്തിന് മുകളിൽ നിന്ന് ചാടി കളിക്കുകയാണ്. അവിടേക്ക് ഒരു കാർ വരുന്നു. അത് മറ്റാരുമല്ല, അവരുടെ വളർത്തച്ഛനാണ്. അദ്ദേഹം അവരെ ചീത്ത വിളിക്കുന്നു. എന്താ ഇവിടെ ചെയ്യുന്നത്? ഇത്രയും മഴയത്ത് വീട്ടിൽ കയറാതെ ഇരുന്നാൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ ചിലവ് ഞാൻ നോക്കേണ്ടി വരുമെന്ന് ദേഷ്യത്തോടെ പറയുന്നു. ഈ വളർത്തച്ഛന് ഈ 3 മക്കളെയും അത്ര ഇഷ്ടമല്ല. അപ്പോ അനിയത്തി ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കിയിട്ടുള്ളത്? അങ്ങനെ വായ കൊണ്ട് തന്നെ അത് പറയാൻ തുടങ്ങിയപ്പോൾ ഉടനെ അത് കണ്ട അച്ഛനും, നീ എന്താണ് പറഞ്ഞതെന്ന് ഉറക്കെ പറയൂ നോക്കട്ടെ എന്ന് പറയുന്നു. ഉടനെ വേറെ വഴിയില്ലാതെ ആ 3 പേരും ഇദ്ദേഹം നമ്മളെ എൻജോയ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ട് കാറിൽ കയറി. സീൻ മാറുമ്പോൾ അതേ നഗരത്തിലുള്ള മറ്റൊരു യുവതിയെ കാണിക്കുന്നു. ഇവർ ഒരു മീറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇറച്ചി മുറിക്കുന്ന ഈ ഒരു ഫാക്ടറിയിൽ നിന്നാണ് എല്ലാ ഭാഗത്തേക്കും മാംസം കയറ്റി അയക്കുന്നത്. പോത്തിറച്ചി, ആട്ടിറച്ചി എന്നിങ്ങനെ എല്ലാവിധ മാംസവും ആ കമ്പനിയിൽ ലഭ്യമായിരിക്കും. ആ കമ്പനിയിലാണ് ഈ യുവതി ജോലി ചെയ്യുന്നത്. ഇവരുടെ പേര് ലിസ എന്നാണ്. 9 മാസം ഗർഭിണി കൂടിയാണ് ഇവർ. തിടുക്കത്തിൽ അവർ തന്റെ മിനി കൂപ്പർ കാറിൽ കയറുന്നു. അപ്പോൾ കമ്പനിയിലെ ഒരു ഡ്രൈവർ ലിസയെ കണ്ട് ഉപദേശിക്കുന്നുണ്ട്, ഇതാ നോക്കുമോളെ, ഭയങ്കര മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ചു പോണം. റോഡിലാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് വഴുതി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കിപ്പോണം കേട്ടോ എന്ന് ഉപദേശിക്കുന്നു. ലിസ ശരിയെന്ന് പറഞ്ഞ് വണ്ടിയെടുത്തു. പോകുന്ന വഴിക്ക് അവർ തന്റെ അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നു. അമ്മ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്തതും അമ്മ ചോദിച്ചു, നോക്കുമോളെ, നീ ആ നാട്ടിൽ പോയി എത്രമാത്രം കഷ്ടപ്പെടുന്നു? നിനക്ക് എന്റെ കൂടെ ന്യൂയോർക്കിൽ തന്നെ നിൽക്കാമായിരുന്നില്ലേ? നിന്റെ ഫിയാൻസി പറഞ്ഞത് കേട്ടല്ലേ നീ അങ്ങോട്ട് പോയത്? പക്ഷെ ഇപ്പോൾ നോക്കൂ, നീ ഗർഭിണിയായപ്പോൾ അവൻ നിന്നെ ഇട്ടിട്ട് പോയില്ലേ? ഇപ്പോൾ നീ അവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുക എന്ന് അമ്മ വിഷമത്തോടെ ചോദിക്കുന്നു. ഇത് കേട്ട ലിസ, അമ്മേ, വീണ്ടും എന്തിനാണ് ആ പഴയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്? എനിക്കത് മറക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് മറുപടി നൽകുന്നു. അപ്പോ അമ്മ പറഞ്ഞു, മോളെ, ഇപ്പൊ നീ 9 മാസമല്ലേ? എപ്പോൾ വേണമെങ്കിലും നിന്റെ ഡെലിവറി നടക്കാം. അത് മാത്രമല്ല, നീ നിന്റെ സഹോദരിയെ പോലെ വാട്ടർ ബർത്ത് തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോ ലിസ പറയുന്നു, ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഇവിടെ നല്ല മഴയാണ്. അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ?
എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ വാർത്തയിൽ കണ്ടു അവിടെ വലിയ ചുഴലിക്കാറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് ആ സ്ഥലം വിട്ടുപോകാൻ അധികൃതർ പറയുന്നുണ്ടല്ലോ, നീ ഇതുവരെ ഇറങ്ങിയില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ലിസ പറയുന്നു, ഇല്ല അമ്മേ, എന്റെ ബോസ് എനിക്കൊരു ചെറിയ പണി തന്നിട്ടുണ്ട്, അത് തീർത്തിട്ട് ഞാൻ ഉടനെ ഇറങ്ങും എന്ന് അമ്മയോട് വിശദീകരിക്കുന്നു. അതേസമയം തന്നെ ഇവിടെ ഡെൽ എഡ്വേർഡ് എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നു. ഇദ്ദേഹം മറ്റാരുമല്ല, നമ്മുടെ നായികയുടെ അങ്കിളാണ്. ഒരു മറൈൻ ബയോളജിസ്റ്റ് ആണ് ഇദ്ദേഹം. വാർത്തയൊക്കെ അറിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരുന്നത്. കൂടെയുള്ള സഹപ്രവർത്തകൻ ചോദിക്കുന്നു, നിങ്ങൾ ഒരു ബയോളജിസ്റ്റ് ആണല്ലോ, ഈ കൊടുങ്കാറ്റിനെ കുറിച്ച് എന്താണ് കരുതുന്നത്? കടലിനടിയിലുള്ള ജീവികൾ എന്താണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് വളരെ ഗുരുതരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ബർമൂഡയുടെ തെക്ക് ഭാഗത്തുള്ള ഒരുപാട് സമുദ്രജീവികൾ ഇപ്പോൾ ഇവിടെ നിന്നും വടക്കോട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോകുന്നുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ പറഞ്ഞതും കൂടെയുള്ള ആൾ ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ അവിടെ ഒരുപാട് സ്രാവുകൾ ഉണ്ടാവില്ലേ? ആ സ്രാവുകളും ഈ ഭാഗത്തേക്ക് തന്നെയാണോ വരുന്നത്? കൂടാതെ ആ സ്രാവുകൾക്ക് മേൽ റിസർച്ചിന്റെ ഭാഗമായി ടാഗുകൾ ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് എല്ലാ സ്രാവുകളിലും ഘടിപ്പിച്ചിട്ടുണ്ടോ? അപ്പോ ആ അങ്കിൾ പറയുകയാണ്, എങ്ങനെയാണ് എല്ലാത്തിനും ഘടിപ്പിക്കുക? ഏകദേശം ഒട്ടുമിക്കത്തിൽ ഞങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹാർബർ മാസ്റ്റർ വന്ന് അവർക്കൊരു മാപ്പ് കാണിച്ചു കൊടുക്കുന്നു. ആ കൊടുങ്കാറ്റ്, അതായത് ആ വലിയ ചുഴലിക്കാറ്റ് ഇപ്പോൾ കാറ്റഗറി 6 കടന്നിരിക്കുകയാണ്. ഇത് കണ്ട ഉടനെ അദ്ദേഹം വേഗം നമ്മുടെ നായികയെ വിളിക്കുന്നു. ആദ്യത്തെ ബെല്ലിൽ തന്നെ അവൾ ഫോൺ എടുക്കുന്നു. എവിടെയാണ് നീ? ആ പ്രദേശം വിട്ടുപോയോ എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. എന്നാൽ താൻ വീട്ടിൽ തന്നെയാണ് ഇരിക്കാൻ പോകുന്നതെന്ന് നായിക മറുപടി പറയുന്നു. അപ്പോ അങ്കിൾ പറയുകയാണ്, നോക്കുമോളെ, ആ ചുഴലിക്കാറ്റ് ഇപ്പോൾ കാറ്റഗറി 6 കടന്നിരിക്കുകയാണ്. നീ ഇരിക്കുന്ന ആൻവെല്ലിൽ അത് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. നിന്റെ വീടൊക്കെ തകർന്നടിയും. പിന്നെ നിനക്ക് നീന്തി മാത്രമേ പുറത്തു വരാൻ കഴിയൂ എന്ന് അദ്ദേഹം തമാശയായി പറയുന്നു. എന്നാൽ അതൊക്കെ വലിയ രസമായിരിക്കുമല്ലോ എന്നാണ് നായിക മറുപടി നൽകുന്നത്. ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ ഇങ്ങനെയാണ്, ചെറിയ കാര്യങ്ങളിൽ പോലും അവർ പർവ്വതീകരിച്ച് കാണിക്കും. ഇതിനു മുമ്പും നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇതും സാധാരണ പോലെ തന്നെയായിരിക്കുമെന്ന് അവൾ പറയുന്നു. അങ്കിൾ പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നുണ്ട് മോളെ, നീ കടന്നു പോകുന്ന മാനസികാവസ്ഥയെക്കുറിച്ച്. എനിക്കറിയാം, ഒന്നിനെ കുറിച്ചും നീ വിഷമിക്കേണ്ടതില്ല. ഞാനും നിന്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നീ വീട്ടിൽ തന്നെ അടച്ചിരുന്ന് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നീ ഇതിൽ നിന്നെല്ലാം പുറത്തു വരണം. നിന്റെ സങ്കടങ്ങളൊക്കെ മറക്കണം. അദ്ദേഹം ഇങ്ങനെയൊക്കെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ ഒരു ബൂമർ അങ്കിളിനെ പോലെ സംസാരിക്കല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് നായിക ഫോൺ വെക്കുന്നു. സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് ആ 3 സഹോദരങ്ങളെയും അവരെ കൊണ്ടുപോകുന്ന വളർത്തച്ഛനെയുമാണ്. അവർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ മൂത്ത മകൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. ഒരുപാട് ആളുകൾ ആ പ്രദേശം വിട്ടുപോകുന്നത് അവൻ കാണുകയാണ്. അപ്പോ ഇത് കണ്ടപ്പോൾ അവൻ ചോദിക്കുന്നു, നമ്മളും ഒഴിഞ്ഞു പോവുകയാണോ എന്ന്. അതിന് അയാൾ മറുപടി പറയുകയാണ്, എവിടേക്ക് ഒഴിഞ്ഞു പോകാനാണ്? ഇതേപോലെ ന്യൂസ് ചാനലുകാർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ പൈസ ചിലവാക്കി ഒഴിഞ്ഞു പോണോ? മുമ്പ് പലതവണ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. കുറച്ചു നേരം മഴ പെയ്യും, കാറ്റടിക്കും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് വളരെ അലസമായിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. അടുത്ത സീനിൽ വീണ്ടും ന്യൂസിൽ ആ ഹരിക്കോൺ ഹെൻറിയെ കുറിച്ച് പറയുകയാണ്. അതായത് ആ ചുഴലിക്കാറ്റിനെ കുറിച്ച്. അത് തീവ്രമായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും കാറ്റഗറി 5 പോലും മറികടന്നുവെന്നും അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കണമെന്നുമാണ് അവർ പറയുന്നത്. എന്നാൽ നമ്മുടെ നായിക അവളുടെ അമ്മയോടൊപ്പം എടുത്ത പഴയ വീഡിയോകൾ ടിവിയിൽ കണക്ട് ചെയ്ത് കണ്ട് വളരെ ഇമോഷണൽ ആയിട്ടിരിക്കുകയാണ്. തന്റെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കാലം ഓർത്താണ് അവൾ ഫീൽ ചെയ്ത് കരയുന്നത്. മറുഭാഗത്ത് വളർത്തച്ഛൻ ആ 3 മക്കളെയും കൂട്ടി വീട്ടിലേക്ക് എത്തി. മര്യാദയ്ക്ക് വീടിനുള്ളിൽ ഇരിക്കണം, പുറത്തിറങ്ങരുത് എന്ന് അവരെ വഴക്ക് പറഞ്ഞ് അയാൾ ബേസ്മെന്റിലേക്ക് പോകാൻ റെഡിയാകുന്നു. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, ആ വെള്ളമെങ്ങാനും ഈ ഗ്ലാസ് തകർത്ത് ഉള്ളിൽ വന്നാലോ എന്ന്. അതിന് അയാൾ പറയുന്നത്, ഗ്ലാസ് തകർത്ത് എന്തിന് വെള്ളം വരണം? അതൊന്നും വരില്ല, ഇതൊരു സ്ട്രോങ് ആയ ഗ്ലാസ് ആണ് എന്നാണ്. ബേസ്മെന്റിൽ അയാളുടെ ഭാര്യ റേച്ചൽ ഉണ്ട്. അവളുടെ അടുത്ത് അയാൾ പറയുകയാണ്, കണ്ടോ ആ 3 പിള്ളേരും അവിടെ എന്ത് അഹങ്കാരത്തോടെയാണ് കളിച്ചിരിക്കുന്നത് എന്ന്. അവരെയൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. ഈ 3 എണ്ണത്തിനെയും കൂടി നമ്മൾ നോക്കണമല്ലോ, എല്ലാം നമ്മുടെ നേരം എന്ന്. അപ്പോ അവൾ ഒരു ചെക്ക് കാണിച്ചിട്ട് പറയുകയാണ്, അവരെ നോക്കുന്നതിന് ഗവൺമെന്റ് നമുക്ക് പൈസ തരുന്നുണ്ടല്ലോ, പക്ഷെ ആ പൈസ കൊണ്ട് നമ്മൾ അവരെയാണ് നോക്കുന്നത്, നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുകയല്ലേ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു പെൺകുട്ടി താഴെ ഇറങ്ങി വരുന്നു. അവളെ കണ്ടതും അയാൾ ചോദിക്കുന്നു, നിനക്ക് താഴെ വരാൻ എത്ര ധൈര്യമുണ്ടെങ്കിൽ വരുമെന്ന്. എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഒരു ബ്രെഡ് പാക്കറ്റ് അവളുടെ നേരെ എറിഞ്ഞു കൊടുത്തിട്ട്, ഇത് പോയി കഴിക്ക്, ഇനി മേലിൽ താഴേക്ക് ഇറങ്ങി വരരുത് എന്ന് അയാൾ ദേഷ്യപ്പെടുന്നു. അവൾ അവിടുത്തെ തോക്കുകളെല്ലാം നോക്കിക്കൊണ്ട് മുകളിലേക്ക് പോകുന്നു. സീൻ മാറുന്നു. നമ്മുടെ അങ്കിൾ തന്റെ ബോട്ടിൽ നിന്ന് താഴെ ഇറങ്ങുന്നു. അപ്പോൾ അവിടുത്തെ ലോക്കൽ ന്യൂസ് ആങ്കർ ജോ അങ്കിളിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്, നിങ്ങളാണല്ലോ സ്രാവുകളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നത്. ഇന്ന് രാവിലെ 2 സ്രാവുകൾ ആളുകളെ ആക്രമിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ആ അങ്കിളിന് ഒന്നും തന്നെ മനസ്സിലായില്ല. രാവിലെ അറ്റാക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത്, അതെ, രാവിലെ ഒരു കപ്പിൾസ് ബീച്ചിന്റെ അരികിലുള്ളപ്പോൾ
ആ ഷാർക്ക് അവരെ അറ്റാക്ക് ചെയ്തു എന്നും അതും ഗ്രേറ്റ് ഫർ ഷാർക്ക് ആണെന്നും പറയുന്നു. അവിടെയുള്ള ആളുകൾ പറഞ്ഞത് 2 ഷാർക്കുകൾ ചേർന്നാണ് ആക്രമിച്ചത് എന്നാണ്. ഇത് കേട്ട അങ്കിൾ, എന്ത് ഗ്രേറ്റ് ഫർ ഷാർക്കോ? ഒരിക്കലുമല്ല, അവ കൂട്ടമായി വന്ന് ആക്രമിക്കുകയില്ല, അതുകൊണ്ട് തീർച്ചയായും ഇത് ബുൾ ഷാർക്ക് തന്നെയാകും എന്ന് തനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് പറയുന്നു. കട്ട് ചെയ്താൽ ഈ വശത്ത് ലിസ തന്റെ അമ്മയുമായി സംസാരിക്കുകയാണ്. പെട്ടെന്ന് ഫോൺ കട്ടാകുന്നു. ഇതെന്താ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ ടവറൊക്കെ കട്ടാകുന്നത് എന്ന് വിചാരിച്ചിട്ട് ഒരു മ്യൂസിക് ഇട്ട് അവൾ റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ന്യൂസ് ചാനൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ആൻവിൽ പ്രദേശം കാലിയാക്കാൻ പറഞ്ഞിരുന്നു. അവിടെ വലിയ ചുഴലിക്കാറ്റ് വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ പലരും വീട് ഒഴിഞ്ഞു പോയിട്ടില്ല എന്ന് അറിയാൻ കഴിയുന്നു. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പേര് വീടിന് പുറത്ത് പെർമനന്റ് മാർക്കർ കൊണ്ട് എഴുതി വെക്കുക. എങ്കിൽ മാത്രമേ അധികൃതർക്ക് നിങ്ങളുടെ പേര് തിരിച്ചറിയാൻ എളുപ്പമാകൂ. കാരണം വലിയ വലിയ ചുഴലിക്കാറ്റ് വരാൻ പോകുകയാണ്. ഒഴിഞ്ഞു പോകാത്തവർക്ക് വലിയ ആപത്തുണ്ടാകും. ഇതൊക്കെ കേട്ട് ഹീറോയിന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോകുന്നത്. പുറത്തു നോക്കിയാൽ ആ നാടിന്റെ സ്വയവെൽ എല്ലാം തകർന്ന് വെള്ളം ഉള്ളിലേക്ക് വരാൻ തുടങ്ങുന്നു. അതിശക്തമായ കാറ്റും വീശുന്നുണ്ട്. വെള്ളം അതിവേഗം നാട്ടിലേക്ക് കയറുകയാണ്. ഇത് ആരും അറിഞ്ഞിട്ടില്ല. ലിസ ആ നാട്ടിൽ നിന്നും രക്ഷപ്പെടാനായി വണ്ടിയുമായി ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ അവരുടെ കമ്പനിയുടെ ട്രക്ക് വരുന്നു. ഭയങ്കര മഴയാണ് മോളെ, പിന്നിൽ മരങ്ങൾ വീണ് കിടക്കുന്നു, അതുകൊണ്ട് ആ വഴി പോകാൻ കഴിയില്ല, ഉയർന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് ഡ്രൈവർ പറയുന്നു. അപ്പോഴാണ് ലിസ കണ്ണാടിയിലൂടെ നോക്കുന്നത്. വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് കണ്ട് പേടിച്ച് വണ്ടി മുന്നോട്ടെടുക്കുന്നു. പക്ഷേ അവിടെ വീണ് കിടക്കുന്ന മരങ്ങൾക്കിടയിൽ വണ്ടി കുടുങ്ങി പോകുന്നു. ടൗൺ മുഴുവൻ നോക്കിയാൽ വെള്ളം അതിവേഗം പടരുകയാണ്. ട്രക്ക് ഡ്രൈവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അദ്ദേഹം തന്റെ ട്രക്കുമായി ഉയർന്ന സ്ഥലത്തേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും വെള്ളം അവിടേക്കും എത്തിക്കഴിഞ്ഞു. അത്ര തന്നെ ആ ട്രക്കോട് കൂടി ആ ഊരിനെ വെള്ളം വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ നായിക മുകളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. വെള്ളം വരുന്നത് കണ്ട് അവൾ പരിഭ്രാന്തിയോടെ ഓടുന്നു. അവളുടെ വീടിനുള്ളിലും ഇപ്പോൾ വെള്ളം കയറുകയാണ്. നേരത്തെ പറഞ്ഞപ്പോൾ അവൾക്ക് ഓടാമായിരുന്നു. ഇപ്പോൾ ആ നാട് വിട്ടുപോകാത്തവർ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഇവിടെ 3 കുട്ടികളുണ്ടല്ലോ, അവരും ഇതെല്ലാം കാണുന്നുണ്ട്. അവർ വളർത്തച്ഛനോട് ഇതിനെക്കുറിച്ച് പറയാൻ ഓടി ചെല്ലുകയാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് ഇതൊരു സാധാരണ മഴയാണ്, ഇതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല എന്നാണ്. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ ജനൽ ചില്ല് തകർത്ത് വെള്ളം അകത്തേക്ക് ഇരച്ചു കയറുകയാണ്. അവർ അവിടെ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് മുകളിലത്തെ നിലയിലേക്ക് എത്തുന്നു. അപ്പോൾ അവരുടെ വളർത്തമ്മ പറയുന്നത് നമുക്ക് വേഗം ഈ സ്ഥലം വിട്ടു പോകണം, കാരണം ഇനിയും എത്രത്തോളം വെള്ളം വരുമെന്ന് അറിയില്ല എന്നാണ്. അവർക്ക് എങ്ങനെ പോകണമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അപ്പോൾ മൂത്ത മകൻ ഒരു ഐഡിയ പറയുന്നു: നമുക്ക് നമ്മുടെ ട്രക്ക് എടുത്തിട്ട് പോകാം, അതിന്റെ സൈലൻസർ മുകൾ വശത്തായതുകൊണ്ട് വെള്ളം കയറില്ല, അതുകൊണ്ട് വണ്ടി വെള്ളത്തിലൂടെ ഓടിക്കാം. വളർത്തച്ഛനും അത് ശരിയാണെന്ന് തോന്നുകയും വണ്ടി എടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ലിസയെ കാണിക്കുന്നു. അവൾ ആ മിനി കൂപ്പർ കാറിൽ അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. കാറിനോടൊപ്പം വെള്ളം അവളെ വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ സഹായത്തിനായി നിലവിളിക്കുന്നു. അപ്പോ കൃത്യമായി ആ മരക്കൊമ്പിൽ ആ കാർ തടഞ്ഞു നിൽക്കുന്നു. അവൾ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയാണ്. എന്നാൽ കാറിൽ കുടുങ്ങിയതിനാൽ അവൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വെള്ളം ഇപ്പോൾ കാറിനുള്ളിലേക്ക് നിറയുകയാണ്. സാഹചര്യം വളരെ ഗുരുതരമായി മാറുന്നു. അവിടെ ട്രക്ക് വെള്ളത്തിൽ പെട്ടുപോയിരിക്കുന്നു. അത് വെള്ളത്തോടൊപ്പം ഒഴുകി വന്ന് നഗരമധ്യത്തിലെ ഒരു പ്രതിമയിൽ ഇടിച്ചു തകരുന്നു. എന്നാൽ വലിയ പ്രശ്നം എന്താണെന്നാൽ ആ ട്രക്കിനുള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു മീറ്റ് കമ്പനിയിലെ വേസ്റ്റ് ആയിരുന്നു. ആ ഇറച്ചി കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ വെള്ളത്തിൽ കലരുകയാണ്. അതിനാൽ വെള്ളമെല്ലാം ഇപ്പോൾ രക്തം കലർന്ന നിറമായി മാറുന്നു. ഇതിലെ വലിയ അപകടം എന്താണെന്നാൽ ആ രക്തത്തിന്റെ ഗന്ധം പിടിച്ച് ഇപ്പോൾ ആ സ്ഥലത്തേക്ക് സ്രാവുകൾ വരാൻ പോവുകയാണ്. സാഹചര്യം വളരെ മോശമായി മാറുന്നു. അവിടെ ബോട്ടിൽ വരുന്ന 2 പേരെ കാണിക്കുന്നു. അവർ ഈ നാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ലിസിയുടെ നിലവിളി അവർ കേൾക്കുന്നത്. ആരോ അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന് മനസ്സിലാക്കി താടിക്കാരനായ ആൾ വെള്ളത്തിലേക്ക് ചാടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. വെള്ളം അവളുടെ കഴുത്തറ്റം എത്തി നിൽക്കുന്നതിനാൽ അവളെ രക്ഷിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. പേടിക്കേണ്ടെന്നും തങ്ങൾ അവളെ രക്ഷിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ബോട്ടിലുള്ള ആളോട് ഒരു കട്ടർ എടുത്ത് തരാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. അങ്ങനെ കട്ടറുമായി മറ്റേയാൾ മെല്ലെ മെല്ലെ വെള്ളത്തിലൂടെ അവളുടെ അടുത്തേക്ക് വരുന്നു. അവൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയാൽ അവൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നു. ഇത് കണ്ടിട്ട് ആ താടിക്കാരൻ, അയ്യോ എന്താണ് പറ്റിയതെന്ന് അറിയില്ലല്ലോ, നിങ്ങൾ കുറച്ചു നേരം ഇവിടെ തന്നെ ഇരിക്കൂ, ഞാൻ അവനെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ആ സുഹൃത്തിനെ നോക്കാൻ മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം മുകളിൽ നിന്ന് നമ്മുടെ നായികയെ കാണുന്നുണ്ട്. അതുമാത്രമല്ല അവൾ സ്രാവിനെ കാണുന്നു. അതുകൊണ്ട് ആ താടിക്കാരനോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, അവിടെ സ്രാവുണ്ട്, അങ്ങോട്ട് പോകരുത്, വേഗം രക്ഷപ്പെട്ടു പോകൂ എന്ന്. അവൾ അലറുന്നുണ്ട്. പക്ഷെ കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് ശബ്ദം കേൾക്കുന്നില്ല. അതുമാത്രമല്ല വെള്ളത്തിനടിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ആ സുഹൃത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ നോക്കിയാൽ അവന്റെ ഒരു കൈ കാണാനില്ല. സ്രാവ് കടിച്ചു കീറി അവനെ വീണ്ടും വലിച്ചുകൊണ്ട് പോകുന്നു. ഇത് കണ്ട് ആ താടിക്കാരൻ, അയ്യോ നിനക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് വേഗത്തിൽ അവനെ രക്ഷിക്കാൻ ഓടുന്നു. അതേസമയം ആ ട്രക്കിനുള്ളിലിരുന്ന ഡ്രൈവർക്കും ലിസയുടെ അലർച്ച കേൾക്കുന്നു. അയാൾ കുറച്ചുനേരം ബോധരഹിതനായി കിടക്കുകയായിരുന്നു. കണ്ണു തുറന്ന ഉടനെ, ലിസ നീ വിഷമിക്കേണ്ട, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അയാൾ വാതിൽ തുറക്കുന്നു. അത്രയുള്ളൂ. ആ
സ്രാവ് വന്ന് അയാളെ കടിച്ചു കീറുന്നു. കാറിനുള്ളിലിരുന്ന ലിസയും ഇതെല്ലാം കാണുന്നുണ്ട്. ആ താടിക്കാരനെയും അവസാനം ആ സ്രാവ് കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ലിസയുടെ കാറിന് തൊട്ടടുത്ത് വെച്ചാണ് ഇത് നടക്കുന്നത്. അവൾ അത് കണ്ട് പേടിച്ച് വിറയ്ക്കുന്നു. അപ്പോഴേക്കും ആ സീൻ കട്ടാകുന്നു. അടുത്ത സീനിൽ അങ്കിളിനെ കാണിക്കുന്നു. അവർ ന്യൂസ് റിപ്പോർട്ട് കാണുകയാണ്. അതിൽ ആൻവിൽ എന്ന പ്രദേശം വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ വിവരം പറയുന്നുണ്ട്. ഇത് കണ്ട് അയാൾ ഷോക്കാകുന്നു. കാരണം നായിക ആ നാട്ടിലാണല്ലോ ഉള്ളത്. അയ്യോ, അവൾ അവിടെ കുടുങ്ങിപ്പോകുമല്ലോ എന്ന് പറഞ്ഞ് അയാൾ ലാപ്ടോപ്പ് എടുത്ത് പരിശോധിക്കുന്നു. അണക്കെട്ട് തകർന്ന് വെള്ളം പൂർണ്ണമായും ഉള്ളിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ നാട് മുഴുവൻ വെള്ളത്തിനടിയിലാകും. ഇത് കണ്ട അയാൾ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോകണം, പക്ഷെ എങ്ങനെ പോകും എന്ന് ചിന്തിക്കുമ്പോഴാണ് ന്യൂസ് റിപ്പോർട്ടർമാരെ ഓർമ്മ വരുന്നത്. ഉടനെ അവരുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൂടി ആ നഗരത്തിലേക്ക് പോകുന്നു. റിപ്പോർട്ടർ പറയുന്നത് ഞാൻ എല്ലാം കവർ ചെയ്യും, അതിന് നിങ്ങൾ അനുവാദം തരണമെന്നാണ്. അങ്കിൽ വേറെ വഴിയില്ലാത്തതിനാൽ സമ്മതിക്കുകയും നായികയെ രക്ഷിക്കാനായി അവർ ആ സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. ഇനി ഈ വശത്ത് സഹോദരങ്ങളുടെ വീട് കാണിച്ചാൽ അവരുടെ വളർത്തച്ഛനും അമ്മയും ട്രക്ക് എടുത്ത് പോകാമെന്ന് കരുതി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ആ 3 കുട്ടികളിൽ മുകളിൽ നിന്ന് ഇത് കാണുന്നുണ്ട്. അപ്പോഴാണ് വെള്ളത്തിനടിയിലൂടെ ഒരു വലിയ സ്രാവ് നീന്തി പോകുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതും അവർ പേടിച്ചു പോകുന്നു. മുകളിൽ നിന്ന് അവർ സ്രാവുണ്ട് എന്ന് അലറി വിളിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ അത് കേൾക്കുന്നില്ല. അയാൾ ഗാരേജിന്റെ വാതിൽ തുറന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും ഒരു സ്രാവ് വന്ന് അയാളുടെ കൈ കടിച്ചെടുക്കുന്നു. അതുകൂടാതെ ആ വളർത്തമ്മയെയും അത് ക്രൂരമായി കൊന്നുകളയുന്നു. ഇത് കണ്ട് മുകളിൽ നിന്നിരുന്ന കുട്ടികൾ അച്ഛാ ഞങ്ങളെ വിട്ടു പോകല്ലേ എന്ന് കരയുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ചു പോയ ആ വളർത്തച്ഛൻ മാത്രം എങ്ങനെയെങ്കിലും അദ്ദേഹം മാത്രം തനിയെ ഓടി രക്ഷപ്പെടാമെന്ന് കരുതി വണ്ടി എടുക്കാൻ പോകുന്നു. അതിനുള്ള മറുപടി എന്നോണം സ്രാവ് വന്ന് അദ്ദേഹത്തെ ക്രൂരമായി കടിച്ചു കൊലപ്പെടുത്തി. ഇത് കണ്ട് ആ 3 പേർക്കും ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർ അങ്ങനെ പേടിയോടെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് വളർത്തമ്മ വെള്ളത്തിൽ നടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നത് പോലെ അവരുടെ പകുതി ശരീരം സ്രാവ് കടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും സ്രാവ് വന്ന് അവരെ കടിച്ച് വെള്ളത്തിനടിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അതോടെ അവർ പേടിച്ച് വിറച്ചുപോയി. അവിടെ നിന്നും സീൻ കട്ട് ചെയ്താൽ ഈ വശത്ത് നമ്മുടെ ലിസയെ കാണിക്കുന്നു. അവൾ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനും അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് അവൾ ഫോൺ എടുത്ത് എങ്ങനെയെങ്കിലും സഹായം കിട്ടുമോ എന്ന് വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കോൾ കണക്ട് ആകുന്നില്ല. ഇവിടെ വെള്ളം കൂടുതൽ ഉയർന്നു വരികയാണ്. അപ്പോൾ ലിസ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ, കുറച്ചും കൂടി വൈകിയാൽ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് പറയുന്നു. ഇത് കേട്ട് ഹീറോയിൻ പറയുന്നു ഞാൻ വിളിക്കുന്നുണ്ട്, സഹായത്തിന് നോക്കുന്നുണ്ട്, പക്ഷേ കോൾ കണക്ട് ആകുന്നില്ല. എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല, കാരണം അവിടെ നിറയെ സ്രാവുകളുണ്ട്. അവൾ അത്രയധികം പേടിച്ചിട്ടാണ് ഇത് പറയുന്നത്. കാരണം നേരത്തെ 2 പേരെ കീറി മുറിക്കുന്നത് കണ്ടതല്ലേ, അതുകൊണ്ട് അവർ വളരെയധികം ഭയപ്പെടുന്നു. ഇതെല്ലാം കണ്ട് ലിസ പറയുകയാണ് ഇവിടെ നോക്കൂ, ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് എന്റെ കുട്ടി ഈ ലോകം കാണണം, അതിനു മുമ്പ് ഞാൻ മരിക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ. ഇത് കേട്ടതും ഹീറോയിന്റെ മനസ്സ് തകർന്നുപോയി. അവൾ പേടിയോടെ വീടിനുള്ളിൽ ഇരിക്കുന്നു. പേടി കാരണം അവൾക്ക് കരച്ചിൽ വന്നു. എന്തു ചെയ്യുമെന്ന് അവൾക്ക് അറിയില്ല. എങ്കിലും ഒരു ഘട്ടത്തിൽ അവൾ എഴുന്നേറ്റ് ധൈര്യത്തോടെ പറയുന്നു നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയും വന്ന് നിങ്ങളെ സഹായിക്കാം. അങ്ങനെ അവർക്ക് വാക്കു കൊടുത്തിട്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നു. അവിടെ നിന്നും ഒരു കത്തിയെടുത്തിട്ട് അത് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ജനൽ വഴി താഴെ ഇറങ്ങുന്നു. പെട്ടെന്ന് വഴുതി വീഴുന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ ജസ്റ്റ് മിസ്സിൽ താഴെ ഇറങ്ങി സൈഡിലിരിക്കുന്ന കാറിൽ കയറി അതുവഴി അടുത്തുള്ള വീടിന്റെ റൂഫിൽ മുകളിൽ കയറി മുന്നോട്ട് പോകാൻ നോക്കുന്നു. പോകുമ്പോൾ വലിയ സ്രാവ് ചുറ്റും നടക്കുന്നുണ്ട്. ഇതൊന്നും സാധാരണ ബുൾഷാർക്കല്ല എന്ന് തോന്നുന്നുവെങ്കിലും പേടിയോടെ അതെല്ലാം കടന്നു വന്ന് വെള്ളത്തിലേക്ക് ചാടി ആ പൊട്ടിയ മരത്തിന്റെ മുകളിൽ കയറുന്നു. അങ്ങനെ കയറി ആ മിനി കൂപ്പർ കാറിന്റെ മുകളിലുള്ള കവർ കത്തിക്കൊണ്ട് കീറുന്നു. കീറിയിട്ട് നമ്മുടെ ലിസിയെ എങ്ങനെയോ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നു. അങ്ങനെ എങ്ങനെയോ രണ്ടാളും രക്ഷപ്പെട്ട് വീടിനുള്ളിലേക്ക് വരുന്നു. അകത്ത് വന്ന ഉടനെ ലിസ വലിയ നന്ദി പറയുന്നു. എന്നെ എങ്ങനെയോ രക്ഷിച്ചു, ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് സമാധാനമായത്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ ഈ വശത്ത് നമ്മുടെ അങ്കിളിനെ കാണിക്കുന്നു. അദ്ദേഹം ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു നെല്ലി അധികം ദൂരെയല്ല, അവളും നമ്മുടെ ഹീറോയിന്റെ വീടിന്റെ അടുത്താണ് ഉള്ളത്. ഇത് കേട്ട റിപ്പോർട്ടർ ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, ആരാണ് ഈ നെല്ലി? അപ്പോൾ അങ്കിൾ പറയുന്നു നെല്ലി എന്നത് മറ്റാരുമല്ല, ഗർഭിണിയായ ഒരു ഗ്രേറ്റ് ഫറ്റ് ഷാർക്കാണ്. അതിന് ഞങ്ങൾ 3 വർഷമായി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഹീറോയിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. ഇതെല്ലാം കേട്ട റിപ്പോർട്ടർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ഗംഭീരമായ ഫുട്ടേജ് കിട്ടും, നമ്മുടെ ചാനൽ തന്നെ ടോപ്പിലെത്തും. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ വണ്ടി വേഗത്തിൽ ഓടിച്ചു പോകുന്നു. പക്ഷേ കുറച്ചു ദൂരം പോയപ്പോഴേക്കും പാത അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവർക്ക് ബോട്ടിൽ തന്നെ പോകേണ്ടി വരും. ഈ സീൻ കട്ട് ചെയ്താൽ നമ്മൾ ആ കുട്ടികളുടെ വീടാണ് കാണിക്കുന്നത്. അവരുടെ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അതിലൂടെ സ്രാവ് അകത്ത് കയറാതിരിക്കാൻ ആ ചേച്ചി എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ പോയി അത് വാതിൽ അടയ്ക്കാമെന്ന് പറഞ്ഞ് റിസ്ക് എടുത്ത് മെല്ലെ മുന്നോട്ട് പോയി വാതിൽ അടയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ ഒരു സ്രാവ് വരികയും അവളുടെ ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എങ്കിലും കറക്റ്റ് സമയത്ത് ചേട്ടൻ വേഗത്തിൽ ഓടി വന്ന് വെള്ളത്തിൽ വീഴാതെ ചേച്ചിയെ രക്ഷിക്കുന്നു. സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ നായികയുടെ വീട് കാണിക്കുന്നു. ലിസ ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, എങ്ങനെയെങ്കിലും സഹായത്തിനായി ആരെങ്കിലും വിളിക്കണം.
ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ഈ വീടിന്റെ മേൽക്കൂരയിൽ എന്തെങ്കിലും അടയാളം കാണിക്കണം എന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവൾ ചോദിക്കുന്നു, നിന്റെ അച്ഛനും അമ്മയും എവിടെ? അപ്പോഴാണ് നായിക പറയുന്നത്, എന്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി, അമ്മ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മരിച്ചത് എന്ന്. ഇത് കേട്ട ലിസയ്ക്ക് വിഷമമാകുന്നുണ്ട്. അതേസമയം അവൾക്ക് വയറുവേദന തുടങ്ങുന്നുണ്ട്. ഉടനെ നായിക എന്ത് ചെയ്യുന്നുവെന്നാൽ, രക്ഷാപ്രവർത്തകർ ആരെങ്കിലും വന്നാൽ അവർ ഇവിടെ ഉണ്ടെന്നറിയണ്ടേ. അതിനായി ജനലിലെ കർട്ടനുകളെല്ലാം വലിച്ചെടുത്ത് മേൽക്കൂരയിൽ കൊണ്ടുപോയി ഹെൽപ്പ് എന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു. സീൻ കട്ട് ചെയ്താൽ രാത്രിയാകുന്നു. ഇവിടെ അങ്കിളിനെ കാണിക്കുന്നു. അവർ കരയ്ക്കും വെള്ളത്തിനുമിടയിൽ എത്തിക്കഴിഞ്ഞു. ഈ നാട് മുഴുവൻ വെള്ളത്തിലായി. ഇനി നമുക്ക് ബോട്ടിൽ തന്നെ പോകണമെന്ന് പറയുമ്പോൾ റിപ്പോർട്ടർ പേടിച്ചുകൊണ്ട് ചോദിക്കുന്നു, നമുക്കെങ്ങനെ സുരക്ഷിതരായിരിക്കാൻ കഴിയും? നമുക്ക് ആൻവിലിലേക്ക് പോകാനുള്ള വഴി പോലും അറിയില്ലല്ലോ, എന്തു ചെയ്യും? സിഗ്നൽ പോലും കിട്ടുന്നില്ല എന്ന്. അപ്പോഴാണ് അവർ സൈഡിൽ ഒരു ബോർഡ് കാണുന്നത്. ആൻവിലിലേക്ക് ഇനി 100 മൈൽ കൂടി ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഉടനെ അവർ ബോട്ടുമായി വേഗത്തിൽ തിരിക്കാൻ തയ്യാറെടുക്കുന്നു. അതേസമയം ആ സ്ഥലത്ത് വെള്ളം ഭയങ്കരമായി ഉയർന്നു വരികയാണ്. ആ കുട്ടികളെ കാണിക്കുമ്പോൾ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് ചുറ്റും ഒരു വലിയ സ്രാവ് ചുറ്റിക്കറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറയുകയാണ്, ബേസ്മെന്റിൽ ഗണ്ണിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഗണ്ണ് മാത്രം കിട്ടിയാൽ നമുക്ക് സ്രാവിനെ വെടിവെച്ചിടാം, എന്നിട്ട് സുരക്ഷിതമായി പുറത്തു കടക്കാം. ഞാൻ പോയി അത് എടുത്തിട്ട് വരാമെന്ന് പറയുകയാണ്. പക്ഷെ ചേട്ടൻ സമ്മതിക്കുന്നില്ല. നീ പോകണ്ട, ഞാൻ പോയി സുരക്ഷിതമായി എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവർ തമ്മിൽ തർക്കിക്കുമ്പോൾ പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് വരുന്നു. ആരാണെന്ന് നോക്കിയാൽ അത് അവരുടെ വളർത്തച്ഛനാണ്. അദ്ദേഹത്തെ കണ്ട് അവർ പേടിച്ചു പോകുന്നു. സീൻ കട്ട് ചെയ്താൽ നായികയെ കാണിക്കുന്നു. നായിക ലിസിയോട് പറയുകയാണ്, നിങ്ങൾ കാറിൽ കുടുങ്ങിക്കിടന്നപ്പോൾ 2 പേർ വന്നിരുന്നല്ലോ, അവർ ബോട്ടിലാണ് വന്നത്. അവരുടെ ബോട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും, അത് കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാം എന്ന്. ലിസ ഗർഭിണിയായതുകൊണ്ടും വേദന ഉള്ളത് കൊണ്ടും വരാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് നായിക ജനലിലൂടെ പുറത്തെ വെള്ളത്തിലേക്ക് നോക്കുന്നു. വെള്ളം ഒരുപാടുണ്ട്, സ്രാവുകളും ഉണ്ട്. അപ്പോഴാണ് അങ്കിൾ പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർക്കുന്നത്. ഇവളുടെ അങ്കിൾ സ്രാവുകളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈബ്രേഷൻ സ്രാവുകളെ ആകർഷിക്കുമെന്ന്. അത് ഓർമ്മ വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ വീട്ടിലുള്ള വൈബ്രേഷൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും എടുക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട ലിസ ചോദിക്കുന്നു, നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോ ഇവൾ പറയുന്നു, ഞാൻ ആ സ്രാവുകളുടെ ശ്രദ്ധ തിരിക്കാൻ പോവുകയാണ്. കാരണം വൈബ്രേഷൻ ഉണ്ടായാൽ ഏതെങ്കിലും മീൻ പിടയുകയാണെന്ന് കരുതി സ്രാവുകൾ അതിനെ കടിക്കാൻ വരും. ആ ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ആ വീട്ടിലുള്ള കുറെ സാധനങ്ങളും ഒരു ക്യാരി ബാഗിലാക്കി ഓരോ സ്ഥലത്തായി കൊണ്ടിടുന്നു. അതിനുശേഷം പേടിയോടെ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ദൂരെയുള്ള ആ ബോട്ട് എങ്ങനെയെങ്കിലും എടുത്ത് രക്ഷപ്പെടുകയാണ് ഇവളുടെ ലക്ഷ്യം. മറുഭാഗത്ത് ഈ വളർത്തച്ഛനെ കാണിക്കുന്നു. അയാൾക്ക് പരിക്കുകൾ ഉണ്ടെങ്കിലും ജീവനോടെയുണ്ട്. ആ സ്രാവിൽ നിന്ന് കഷ്ടിച്ചാണ് അയാൾ രക്ഷപ്പെട്ടത്. അയാൾ തിരിച്ചെത്തിയപ്പോൾ കുട്ടികളോട് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. തങ്ങളമ്മയെ കണ്ടില്ലെന്ന് അവർ മറുപടി പറയുന്നു. നിങ്ങൾ ട്രക്കുമായി രക്ഷപ്പെടാൻ പോയതല്ലേ എന്ന് അവർ ചോദിച്ചപ്പോൾ അയാൾ നുണ പറയുന്നു. ഞാൻ രക്ഷപ്പെടാനല്ല, സഹായത്തിനായി ആളെ കൂട്ടാൻ പോയതാണ് എന്ന്. എന്നിട്ട് ആ വലിയ കുട്ടിയോട് നീ പോയി സഹായത്തിന് ആളെ കൂട്ടിവാ എന്ന് അയാൾ ആജ്ഞാപിക്കുന്നു. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ആ കുട്ടി ഞാൻ ഇങ്ങോട്ട് പോകില്ല എന്ന് പറയുന്നു. അപ്പോൾ അയാൾ അവരെ കളിയാക്കിക്കൊണ്ട് ആ സ്രാവുകളൊന്നും നിങ്ങളെ ഒന്നും ചെയ്യില്ല, കാരണം നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറയുന്നു. അയാൾ വീണ്ടും കുട്ടികളോട് ആക്രോശിക്കുമ്പോൾ അവിടെ നിന്നും ഒരു ചെക്ക് ലഭിക്കുന്നു. ഗവൺമെന്റ് ആ 3 കുട്ടികളെ നോക്കുന്നതിനായി ലക്ഷക്കണക്കിന് രൂപ നൽകിയതിന്റെ ചെക്കായിരുന്നു അത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുണ്ട്. ഈ തുക മുഴുവൻ ഈ വളർത്തച്ഛനും അമ്മയും കൂടി തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലാകുന്നു. എന്നിട്ടും ഇവർക്ക് കഴിക്കാൻ പോലും ഒന്നും കൊടുത്തിരുന്നില്ല. ഇതറിഞ്ഞ അവർ ഞെട്ടിപ്പോകുന്നു. ഇത്രയും പണം കിട്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് അവർ ചോദിക്കുന്നു. അത് കേട്ട അയാൾ വീണ്ടും ദേഷ്യപ്പെടുകയും ആ കുട്ടിയെ അടിക്കാൻ കൈയോങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ആ കുട്ടികൾ അയാളെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്രാവ് അയാളെ കടിച്ചു കൊല്ലുന്നു. ഈ സമയം നോക്കി വലിയ കുട്ടി ബേസ്മെന്റിൽ പോയി തോക്കെടുക്കാമെന്ന് കരുതി വെള്ളത്തിനടിയിലൂടെ നീന്തി പോകുന്നു. സ്രാവ് അയാളെ ആക്രമിക്കുന്ന തിരക്കിലായതുകൊണ്ട് ആ ഗ്യാപ്പിൽ ഇവൻ അകത്ത് കടക്കുന്നു. താഴെ ഇരിക്കുന്ന ഒരു ഫ്രിഡ്ജ് തുറന്ന് കഴിക്കാൻ അല്പം ഇറച്ചിയും എടുത്ത് തിരികെ വരാൻ നോക്കുമ്പോൾ സ്രാവ് വീണ്ടും അവിടെ അപ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്നും അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തോക്ക് വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു പെട്ടി മാത്രം എടുത്ത് വേഗത്തിൽ അവൻ നീന്തി മുകളിലേക്ക് വരുന്നു. ഇതേ സമയം നമ്മുടെ നായികയുടെ വീട്ടിൽ വെള്ളം പതുക്കെ കയറാൻ തുടങ്ങുകയാണ്. അതായത് വാട്ടർ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ലിസ ഭയപ്പെടുന്നു. മറ്റൊരു വശത്ത് നായിക പതുക്കെ നീന്തി വരികയാണ്. അപ്പോൾ സൈഡിൽ ആ വൈബ്രേറ്ററുകളെ ഷാർക്കുകൾ ഓരോരുത്തരായി കടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരത്തിനുള്ളിൽ അവിടെയുള്ള എല്ലാവരെയും ഷാർക്കുകൾ ആക്രമിച്ചു കൊണ്ടുപോകുന്നു. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഹീറോയിൻ മാത്രമാണ്. പെട്ടെന്ന് ആ സ്രാവിനെ ഒന്ന് പറ്റിച്ചു വിടാമെന്ന് കരുതിയെങ്കിലും ആകെ കുഴപ്പമായിരിക്കുകയാണ്. അടുത്തത് തനിക്ക് നേരെ വരുമെന്ന് കണ്ട അവൾ വേഗത്തിൽ നീന്താൻ തുടങ്ങുന്നു. 2 സ്രാവുകളും അവൾക്ക് നേരെ വരുന്നുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി രക്ഷയില്ല, തന്റെ കഥ കഴിഞ്ഞുവെന്ന് നായിക വിചാരിക്കുന്ന സമയത്ത് വന്ന 2 ഷാർക്കുകളും പെട്ടെന്ന് അവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോകുന്നു. അവൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്താണ് ഇത്ര ശാന്തമായതെന്ന് അവൾ ചിന്തിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് താഴെയായി ഒരു വലിയ സ്രാവിനെ കാണുന്നത്. അതാണ് നെല്ലി അഥവാ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. അതിനെ കണ്ടാണ് സ്രാവുകൾ പേടിച്ചോടിയത്.
നായിക അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴേക്കും ആ സ്രാവ് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം നോക്കി നായിക കഷ്ടപ്പെട്ട് ആ ബോട്ടിലേക്ക് കയറി കിടക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ട അവസ്ഥയിലായിരുന്നു അവൾ. സീൻ കട്ട് ചെയ്താൽ അടുത്തത് കാണിക്കുന്നത് നമ്മൾ അങ്കിൾ ഗ്രൂപ്പിനെയാണ്. അവർ ബോട്ടിൽ ആൻവിൽ എന്ന സ്ഥലത്തെത്തുന്നു. അപ്പോൾ അവിടെയുള്ള റിപ്പോർട്ടർ അങ്കിളിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് സ്രാവുകളെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചത്? അതിൽ എങ്ങനെയാണ് ഇത്ര താല്പര്യം വന്നതെന്ന്. അപ്പോൾ അങ്കിൾ പറയുന്നു, ഞാൻ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ കടലിൽ ചെന്ന് ചേരുന്ന ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ ഒരു ജീവിയുണ്ട്. അതിനെ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ ആ ജീവിക്ക് ഒന്നിനെയും പേടിയില്ല. അത് അത്രയ്ക്കും ബോൾഡാണ്. അതാണ് ഹിപ്പോപ്പൊട്ടാമസ്. അത് വളരെ സ്മാർട്ടും ഫാസ്റ്റുമുള്ള ഒന്നാണ്. ആ ജീവി തന്റെ ഏരിയയിൽ ആരെയും കടത്തിവിടില്ല. അങ്ങനെ ഒരിക്കൽ ഒരു ഹിപ്പോപ്പൊട്ടാമസ് എന്തിനെയോ കണ്ട് പേടിച്ചോടി വരുന്നത് അങ്കിൾ കണ്ടു. അതിന്റെ കണ്ണിൽ അത്രയേറെ ഭയമുണ്ടായിരുന്നു. ആ ഹിപ്പോപ്പൊട്ടാമസിനെ അറ്റാക്ക് ചെയ്തത് ഏത് ജീവിയാണ് നോക്കുമ്പോഴാണ് അങ്കിൾ ആദ്യമായി ബുൾഷാർക്കിനെ കാണുന്നത്. അന്നു മുതലാണ് അങ്കിൾ സ്രാവുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോ റിപ്പോർട്ടർ ചോദിക്കുന്നു, അപ്പോ ബുൾഷാർക്ക് പേടിക്കുന്ന വേറെ ഏതെങ്കിലും ജീവിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ പറയുന്നു, ഒരു പരിധിവരെ ഒന്നുമില്ല. എന്നാൽ അതിലും വലിയ സ്രാവുകൾ വന്നാൽ അവ അതിനോട് എതിർത്ത് നിൽക്കില്ല എന്ന്. ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ലാപ്ടോപ്പിൽ ഒരു സിഗ്നൽ വരുന്നു. നോക്കുമ്പോൾ അവിടെ കുറേയധികം സ്രാവുകൾ ചുറ്റി കറങ്ങുന്നത് അവർ കാണുന്നു. നേരം വെളുക്കുന്നു. നായിക ബോട്ടിൽ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തന്റെ വീട് ഏതാണ്ട് ഫുള്ളായി വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നതാണ്. ലിസയ്ക്ക് എന്ത് പറ്റി എന്ന പേടിയോടെ അവൾ വീടിന് നേരെ പോകുന്നു. അകത്ത് ലിസ ഏകദേശം വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. പേടി കുറയ്ക്കാൻ വേണ്ടി അവൾ ഫോണിൽ പാട്ട് കേൾക്കാൻ തുടങ്ങുന്നു. അതേസമയം ആ ഒരു വീട്ടിൽ ആ 3 പേർ ഇരിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ വെപ്പൺസ് ഒന്നുമില്ല. തങ്ങൾ കൊണ്ടുവന്ന ബോക്സിനുള്ളിൽ എന്താണെന്ന് അറിയാൻ അവർ അത് തുറന്നു നോക്കുന്നു. ബോക്സിനുള്ളിൽ ബോംബുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അവർ ഉടൻ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇറച്ചി കഷ്ണങ്ങൾ ബോംബിനോടൊപ്പം കെട്ടിയിട്ട് വേഗത്തിൽ വെള്ളത്തിലേക്ക് എറിഞ്ഞു. ബോംബ് പൊട്ടുന്നതിന് മുമ്പ് സ്രാവിനെ അങ്ങോട്ട് വരുത്താനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ സ്രാവ് വരാൻ കൂട്ടാക്കിയില്ല. ശബ്ദമുണ്ടാക്കി സ്രാവിനെ വരുത്താൻ അവർ ശ്രമിച്ചു. വൈബ്രേഷൻ കാരണം ഒരു വലിയ സ്രാവ് അങ്ങോട്ടേക്ക് വന്നു. സ്രാവിനെ കണ്ട ഉടനെ 3 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. അതിനിടെ ഒരാളുടെ ഷർട്ട് എവിടെയോ കുടുങ്ങിപ്പോയി. എന്നാൽ ഭാഗ്യത്തിന് അവർ എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. സ്രാവ് ഇറച്ചി കഷ്ണങ്ങൾ കഴിക്കാൻ നോക്കിയത് ബോംബ് പൊട്ടിത്തെറിച്ചു. സ്രാവ് അവിടെ വെച്ച് തന്നെ ചത്തു. അവർ 3 പേരും സ്രാവിനെ കൊന്ന സന്തോഷത്തിലായിരുന്നു. മറ്റൊരു വശത്ത് നമ്മുടെ നായിക നോക്കിയപ്പോൾ അവളുടെ വീട് മൊത്തം വെള്ളത്തിനടിയിലായിരിക്കുന്നു. പക്ഷെ ലിസ അപ്പോഴേക്കും വെള്ളത്തിൽ നീന്തി കരയിലേക്ക് എത്തിയിരിക്കുന്നു. ലിസയ്ക്ക് അവിടെ വെച്ച് പ്രസവവേദന അനുഭവപ്പെട്ടു. അവിടെ വെച്ച് തന്നെ ലിസയ്ക്ക് ഒരു കുഞ്ഞു ജനിച്ചു. എന്നാൽ ആ സ്ഥലമാകെ സ്രാവുകൾ നിറഞ്ഞിരിക്കുകയാണ്. കുഞ്ഞു ജനിച്ചതോടെ ബ്ലഡിന്റെ സ്മെൽ അറിഞ്ഞ് സ്രാവുകൾ അങ്ങോട്ടേക്ക് വന്നു. ലിസ കുട്ടിയെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി സ്രാവിനെ അടിക്കാൻ ലിസ ഒരു കമ്പെടുത്ത് പ്രയോഗിച്ചു. മറ്റൊരു സ്രാവ് വരുന്നത് കണ്ട നായിക അതിനെ അമ്പെയ്ത് കൊന്നു. അപ്പോഴേക്കും അങ്കിളിന്റെ ടീം അവിടെ എത്തി. അവർ ആ ഒരു ഡിവൈസ് ഉപയോഗിച്ച് സ്രാവുകളെ അവിടെ നിന്ന് ഓടിച്ചുവെങ്കിലും ഒരു സ്രാവ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ട് നായിക പേടിച്ചു. പെട്ടെന്ന് തന്നെ വലിയ ആ നെല്ലി എന്ന സ്രാവ് ആ സ്രാവിനെ വകവരുത്തി. ആ സമയം അങ്കിൾ നായികയെയും കുഞ്ഞിനെയും ലിസയെയും ബോട്ടിൽ കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ലിസ തന്റെ അമ്മയെ വിളിച്ച് കുഞ്ഞു ജനിച്ച വിവരം പറയുന്നു. അങ്കിൾ നായികയോട്, ഇനി നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല, നിന്നെ ഞാൻ നന്നായി നോക്കിക്കോളാം എന്ന് പറയുന്നു. ആ 3 പിള്ളേരും അവിടെ നിന്ന് ട്രക്കിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നു. അവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ ഒരു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോ അടുത്ത ഒരു അടിപൊളി മൂവിയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം അക്ബർ.